പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലത്തിൻ്റെ 6ാമത്തെ ആഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ വെള്ളത്തിനു മീതെ നടക്കുന്ന അത്ഭുതകരമായ സംഭവത്തെയും അതിൻ്റെ വിശദീകരണത്തെയും കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ പ്രതിപാദ്യം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ വളരെ മനോഹരമായി ഒപ്പം വിശദമായി പറഞ്ഞു തരുന്ന ഭാഗത്തിന് തൊട്ടു മുമ്പ് യോഹന്നാൻ സുവിശേഷകൻ ബോധപൂർവം 2 അത്ഭുതങ്ങളാണ് എഴുതി ചേർക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ആ കാര്യത്തിന് തൊട്ടു മുമ്പായി ഈ 2 അത്ഭുതങ്ങൾ തന്നെയാണ് അടുത്തടുത്ത് വരുന്നതായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. ഈശോ 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് ഭക്ഷണം നൽകുന്നു. അതുപോലെ തന്നെ ഉടനെ തന്നെ വെള്ളത്തിനു മീതെ നടക്കുന്ന കാര്യവും കാണിക്കുന്നു. ഇത് ബോധപൂർവം ചേർത്തിരിക്കുന്നതാണെന്ന് നമുക്ക് ഈ ബൈബിൾ ഭാഗത്ത് നിന്ന് മനസ്സിലാവും. വിശുദ്ധ കുർബാനയുടെ അതിസ്വാഭാവികതയെക്കുറിച്ച്, അതിൻ്റെ പിന്നിലെ ദൈവിക പ്രവർത്തനത്തെക്കുറിച്ച്, അത് നൽകുന്ന വിശുദ്ധ കുർബാന നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാനായി ഈശോ ആ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം എടുത്ത് കാണിക്കത്തക്ക രീതിയിലുള്ള 2 അത്ഭുതങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഈശോ വെള്ളത്തിനു മീതെ നടക്കുന്നതാണ് ഇന്ന് നമ്മൾ ഈ കൈത്താക്കാലത്തിൻ്റെ 6ാമത്തെ ഞായറാഴ്ച വായിച്ച് ധ്യാനിക്കുന്നത്. 2 പ്രാർത്ഥനാ ചിന്തകൾ സ്നേഹപൂർവ്വം പങ്കുവയ്ക്കട്ടെ. ഒന്നാമത്, ഇത് ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ഈ അത്ഭുതം വായിച്ച് ധ്യാനിക്കുന്നത്. എന്നാൽ ഇതേ കാര്യം മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും: ജനക്കൂട്ടത്തെ പിരിച്ചു വിടുമ്പോഴേക്കും മറുകരയ്ക്ക് പോകാൻ ഈശോ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. 5 അപ്പം 5000-ലധികം ആളുകൾക്ക് വർദ്ധിപ്പിച്ചു കൊടുത്ത ആ അത്ഭുത സ്ഥലത്ത് വലിയ രാജാക്കന്മാരായി നിന്ന അവരെ ഈശോ ഉടനെ തന്നെ ശിഷ്യന്മാരെ മറുകരയിലേക്ക് വള്ളത്തിൽ പറഞ്ഞു വിടുകയാണ്. ഇനി അവരവിടെ നിന്ന് ഒത്തിരി അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അഹംഭാവം കാണിക്കുകയോ ഒന്നും വേണ്ട. ഈശോ ബോധപൂർവം അവരെ മാറ്റുന്ന പോലെ നമുക്ക് തോന്നാം. ഏതായാലും ഈശോ ശിഷ്യന്മാരെ മറുകരയ്ക്ക് പോകാൻ നിർബന്ധിക്കുന്നു. ആ മറുകരയിലേക്കുള്ള യാത്രക്കിടയിലാണ് കടലിൽ തിരയിളക്കം കൂടുതലാകുന്നത്, കൊടുങ്കാറ്റുണ്ടാകുന്നത്, വഞ്ചി മുങ്ങുമെന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ തനിയെയാണ് വിട്ടതെങ്കിലും പിന്നീട് അവരുടെ അടുത്തേക്ക് വെള്ളത്തിന് മുകളിലൂടെ നടന്നു എന്ന് അവരെ രക്ഷിക്കുന്നത്, അവരുടെ വള്ളത്തിൽ കയറുന്നത്, ഉടനെ തന്നെ അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് എത്തുന്നതൊക്കെയാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. ഇത് നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഒരു വലിയ അർത്ഥം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു വിട്ടതുകൊണ്ടാണ് ശിഷ്യന്മാർ മറുകരയിലേക്ക് വള്ളത്തിൽ പോയത്. അവർ തന്നെ തീരുമാനിച്ചു പോയതല്ല, ഈശോ പറഞ്ഞു വിട്ടതാണ്. ഈശോ പറഞ്ഞത് അവരനുസരിച്ചു, ഈശോ പറഞ്ഞതനുസരിച്ചു, ഈശോ പറഞ്ഞിടത്തേക്ക് പോവുകയും ചെയ്തു, ഈശോ പറഞ്ഞ കാര്യം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് അറിയാം, താൻ പറഞ്ഞു വിട്ടിടത്തേക്ക് ആളുകൾ പോകുമ്പോൾ അവരുടെ ആ യാത്രക്കിടയിൽ ആ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ അത് ഇടപെടേണ്ട ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് ഈശോയ്ക്കറിയാം. അതേ കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഈശോ പറഞ്ഞു വിട്ടതനുസരിച്ച് പോയ ശിഷ്യന്മാരുടെ വള്ളത്തിൻ്റെ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, അവരുടെ ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടം വന്നപ്പോൾ ഈശോ വളരെ അതിസ്വാഭാവികമായ രീതിയിൽ വെള്ളത്തിന് മുകളിൽ കൂടി നടന്ന് ഒരത്ഭുതം പ്രവർത്തിച്ച് അവരുടെ അടുത്തേക്ക് എത്തുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രത്യേകമായി ഓർമ്മിക്കേണ്ട കാര്യം ഇതാണ്: നമ്മളെയും ഓരോ ജീവിത അവസ്ഥകളിലൂടെ ദൈവം ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ജീവിക്കുന്ന താമസിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷം പറയാനായി പറഞ്ഞു വിട്ടിരിക്കുന്നു. ഈശോ പറഞ്ഞതനുസരിച്ചാണോ നമ്മൾ പോയത്? ഈശോ പറഞ്ഞിടത്തേക്കാണോ പോയത്? ഈശോ പറഞ്ഞ കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്? എങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പേടിക്കേണ്ട. ആ വേണ്ട സമയത്ത് ഈശോ വന്ന് അത്ഭുതകരമായി ഇടപെട്ടുകൊള്ളും, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൊള്ളും എന്നുള്ള വലിയൊരു ഉറപ്പുകൂടിയാണ് ഈ സംഭവം നമ്മളോട് പറയുന്ന കാര്യം. ഈശോ പറഞ്ഞു വിട്ടതിന് വിപരീതമാണ് പ്രവർത്തിച്ചതെങ്കിൽ, ഈശോ പറയുന്നത് പോലെ ചെയ്യുന്നില്ലെങ്കിൽ, ഈശോ പറഞ്ഞ സ്ഥലത്തേക്കല്ല പോയതെങ്കിലൊക്കെ ഒരുപക്ഷെ ഈ സഹായം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ദൈവം പറഞ്ഞതനുസരിച്ചെല്ലാം ചെയ്യുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടർന്നുള്ള അനുഗ്രഹങ്ങളും സംരക്ഷണവും
ആ പ്രവർത്തനത്തിന് വേണ്ട വിജയവും ഈശോ നൽകിക്കൊള്ളും എന്നുള്ള വലിയ ഒരു ഓർമ്മ, നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂട്ടിന് വരും എന്നുള്ള ഉറപ്പ് ഈ സംഭവത്തിലൂടെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ വർദ്ധിപ്പിച്ച് നൽകിയ അപ്പം ഭക്ഷിച്ചിട്ടാണ് ശിഷ്യന്മാർ പോയത്. ഈശോ നൽകുന്ന അപ്പം ഭക്ഷിച്ചിട്ട് ജീവിതത്തിൻ്റെ വിവിധ വഴികളിലേക്ക് ഇറങ്ങുന്നവരുടെ ആവശ്യങ്ങളിൽ അപ്പത്തിലൂടെ സന്നിഹിതനായ ഈശോ പിന്നീട് നേരിട്ട് ഇടപെടുന്നു എന്നാണ് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയിലൂടെയാണ് ഇന്ന് ഈശോ ഈ അത്ഭുതകരമായ അപ്പം നമുക്ക് നൽകുന്നത്. ഈ അപ്പം വിശ്വാസപൂർവ്വം ഭക്ഷിച്ച് സ്വീകരിച്ചിട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ വേണ്ട സമയത്ത് ദൈവം ഇടപെട്ട് വേണ്ടത് ചെയ്തുകൊള്ളുമെന്നുള്ള വലിയ ഒരു സുവിശേഷാത്മക ഉറപ്പാണ് ഇന്നത്തെ തിരുവചനം നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ കാര്യം, വെള്ളത്തിനു മീതെ നടന്നതും അപ്പം വർദ്ധിപ്പിച്ചതും വിശുദ്ധ കുർബാന എന്ന അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അതിസ്വാഭാവികതയെക്കുറിച്ചും അവയിൽ നടക്കുന്ന ദൈവിക ഇടപെടലിനെക്കുറിച്ചും ശിഷ്യന്മാരെയും ജനത്തെയും ലോകത്തെയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം സാധാരണ രീതിയിൽ വർദ്ധിക്കാറില്ല. അത് മാവ് കുഴച്ചു വെച്ച് അപ്പമാക്കി ചുട്ടെടുക്കുന്നു. പക്ഷേ ഇവിടെ ഫോട്ടോ കോപ്പി ഉണ്ടാകുന്നത് പോലെ വീണ്ടും വീണ്ടും ഒരേ കാര്യത്തിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അത് ഇതുവരെ ശിഷ്യന്മാരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം. അവർക്ക് മനസ്സിലായത് മനുഷ്യകരങ്ങളിൽ സംഭവിക്കുന്ന കാര്യമല്ല, മറിച്ച് ദൈവം ഇടപെട്ടാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. വെള്ളത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. അവരൊരു ദൈവിക ഇടപെടലാണ് കണ്ടത്. ഒരു ചെറിയ വസ്തുവാണെങ്കിൽ പോലും ഒരു നാണയം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് ഉടനെ താന്നു പോകും. കാരണം വെള്ളത്തിന് മുകളിൽ നിൽക്കാൻ ഒന്നിനും സാധ്യമല്ല. അത് സാധാരണ മനുഷ്യബുദ്ധിക്കും മനുഷ്യ അറിവിലും നിൽക്കുന്ന കാര്യവുമല്ല. പക്ഷേ ദൈവികമായ ഇടപെടലിൽ ഈശോയ്ക്ക് വെള്ളത്തിന് മുകളിൽ, സാധാരണ നിലത്ത് ചവിട്ട് നടക്കുന്നത് പോലെ വെള്ളത്തിന് മുകളിൽ നടക്കാനും നിൽക്കാനും ഒക്കെ പറ്റുന്നു. ശിഷ്യന്മാർക്ക് മനസ്സിലായത് ദൈവികമായ ഇടപെടലാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അപ്പം വർദ്ധിപ്പിച്ചതും വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്നതും ദൈവത്തിന് പറ്റുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ഇത് പറഞ്ഞിട്ട് ഈ രണ്ട് സംഭവങ്ങൾ കാണിച്ചിട്ട് ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നു. അവിടെ പറയുന്നല്ലോ, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ ഭക്ഷിച്ച മന്ന പോലെയല്ല ഈ അപ്പം, ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. അത് ഈശോ തന്നെയാണ്. ബേത്ലഹേമിൽ അപ്പത്തിൻ്റെ നാട്ടിൽ ജനിച്ച, അപ്പമായി തീരാനായി ഈ ഭൂമിയിലേക്ക് വന്ന, അപ്പമായി നമ്മുടെ ഹൃദയത്തിൽ എന്നും എഴുന്നള്ളി വരുന്ന ഈശോ ആ അപ്പത്തിൽ നടക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൽ വീഞ്ഞിൽ അതിൻ്റെ മാറ്റത്തിൽ നടത്തുന്നത് ദൈവിക പ്രവർത്തനമാണെന്ന് ലോകം മുഴുവനെയും പഠിപ്പിക്കുകയായിരുന്നു. അപ്പം വർദ്ധിച്ചു വരുന്നത് ശിഷ്യന്മാർ കണ്ടു. അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ വർധനവുണ്ടാകും. ഈശോയെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നവർ അത്ഭുതങ്ങൾ കാണും, ദൈവിക ഇടപെടലുകൾ കാണും. ഈ അപ്പം ഭക്ഷിച്ചവരൊക്കെ സംതൃപ്തരായെന്ന് പറയുന്നുണ്ട്. ഈശോയെ സ്വീകരിക്കുന്നവർക്ക് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും. അതുപോലെ വെള്ളത്തിന് മുകളിലൂടെ നടന്ന ഈശോ ഈ വിശുദ്ധ കുർബാനയിൽ വീഞ്ഞിനെ രക്തമാക്കി മാറ്റി അതിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിത യാത്രകളിൽ നമ്മൾ വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ ആ പ്രശ്നങ്ങളിലേക്ക് താഴാതെ അതിൻ്റെ മുകളിൽ നിൽക്കാൻ നമുക്ക് പറ്റും. പ്രശ്നങ്ങൾക്ക് മീതെ നടക്കാനുള്ള കഴിവ് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഈശോ നമുക്ക് തരും. ഇത് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന രണ്ട് അത്ഭുതങ്ങൾ. അതിൽ വെള്ളത്തിന് മീതെ നടക്കുന്ന ഈ അത്ഭുതം നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ ഈശോയെ സ്വീകരിക്കുന്നവർ ഒരു ജീവിത പ്രശ്നങ്ങളിലേക്കും താണു പോവില്ല. അവർക്ക് ഏത് പ്രശ്നത്തിൻ്റെയും മുകളിൽ സ്വാഭാവികതയ്ക്കതീതമായ രീതിയിൽ ഉയർന്നു നിൽക്കാനുള്ള കഴിവ് ദൈവം കൈപിടിച്ച് നൽകും. പത്രോസ് ഒരിക്കൽ വെള്ളത്തിന് മുകളിൽ നടക്കാൻ ആഗ്രഹിച്ച് തിരയിളകുന്നത് കണ്ടപ്പോൾ അവൻ താഴ്ന്നുപോയി. ഉടനെ അവൻ വിളിച്ചു, ഈശോ കൈ നീട്ടി അവനെ രക്ഷിച്ച് വീണ്ടും അവൻ വെള്ളത്തിന് മുകളിൽ നിന്നു. നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ വെള്ളത്തിലേക്ക് താണു പോകാതിരിക്കാൻ കർത്താവിൻ്റെ കരം പിടിക്കാം. വിശുദ്ധ കുർബാന എന്ന അത്ഭുത സ്വർഗീയ വിരുന്ന് അപ്പം, ആ ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നവർക്ക് എല്ലാ കാര്യത്തിലും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വർധനവുണ്ടാവും, സംതൃപ്തി ഉണ്ടാവും. അവർ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും, സ്വാഭാവികതയ്ക്ക് അതീതമായ ദൈവിക ഇടപെടൽ കാണും. ജീവിത പ്രശ്നങ്ങളിൽ താണുപോകാതെ ഉയർന്നു നിൽക്കാനുള്ള വലിയ കഴിവ് കിട്ടും. ഈ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ ഭക്തിയോടെ ഈശോയെ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കാൻ നമുക്കാവട്ടെ. ദിവ്യകാരുണ്യത്തിലെ ഈശോ നമ്മുടെ ജീവിതത്തെ എന്നും നയിച്ചുകൊണ്ടിരിക്കുകയും എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് വേണ്ട സംരക്ഷണം നൽകുകയും ചെയ്യട്ടെ. ഏവർക്കും അനുഗ്രഹീതമായ നല്ലൊരു ദിവസം,
ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.